യുക്തിവാദത്തെ മോശമായി ചിത്രീകരിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തെ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ചും സമൂഹത്തിൽ തെറ്റായ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലപ്പോഴും മീഡിയ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഹുഭാര്യത്വം തെറ്റ്, എന്നാൽ സ്വവർഗരതി ശരി, എന്നാൽ പുറത്തുള്ള വ്യഭിചാരം ശരി. ഇതാണ് നമ്മുടെ മീഡിയയുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ വിമർശിക്കുന്ന ആളുകളുടെ എല്ലാ സംസാരങ്ങളെയും തെറ്റായി ദുർവ്യാഖ്യാനിച്ച് അവരെ അപമാനവീകരിക്കുവാനും പ്രാകൃതവൽക്കരിക്കുവാനുമുള്ള പ്രത്യേകമായ കഴിവ് മീഡിയക്കുണ്ട്. അതാണ് നമ്മുടെ മാധ്യമ സംസ്കാരം. മാധ്യമങ്ങൾക്ക് അവയുടേതായ അജണ്ടയുണ്ട്. ആ അജണ്ടക്കെതിരെ നിൽക്കുന്ന ആളുകൾ ആരായിരുന്നാലും അവരെ തകർക്കുകയും അവർ പറയുന്നതിനെ തെറ്റായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മാധ്യമ സംസ്കാരം. തീർച്ചയായും കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ പല ആദർശങ്ങളുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അത് വെച്ച് അദ്ദേഹം പറഞ്ഞതും ചെയ്തതുമായ ദുനിയാവിലെ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ട ഗതികേടൊന്നും നമുക്കാർക്കുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സന്ദർഭത്തിൽ നിന്ന് വളരെ സമർത്ഥമായി അടർത്തിയെടുക്കുകയും അത് തെറ്റിദ്ധാരണാജനകമായ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് അന്ന് മലയാളത്തിലൊരു ചാനൽ ചെയ്തത്. അതാണ് സംഭവിച്ചത്. അതല്ലാതെ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഈ സ്ത്രീകളുടെ ആർത്തവ കാലഘട്ടത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നത് കൊണ്ട് ആ ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്നുള്ളൊരു ആശയമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഞാനീ പറഞ്ഞ പ്രകൃതിപരമായ അനിവാര്യതയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ആർത്തവവും പറഞ്ഞിട്ടുണ്ടാകാം. അതിനെ സന്ദർഭത്തിൽ നിന്ന് വളരെ സമർത്ഥമായി അടർത്തിയെടുക്കുകയും ഇസ്ലാമിന്റെ ചിഹ്നമായി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അദ്ദേഹം ഇസ്ലാമിന്റെ വക്താവായി പറയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണെന്ന് വരുത്തി ഇസ്ലാമിനെയും അദ്ദേഹത്തെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീചമായ ശ്രമമാണെന്ന് നമ്മുടെ മീഡിയകളിൽ ചിലത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ശ്രമം അപലപനീയമാണ് എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് ഇതാണ്. പിന്നെ ആ കാഴ്ചപ്പാട് അതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പത്രങ്ങളിൽ തന്നെ എഴുതിയ ലേഖനങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ